നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ നല്ലൊരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ബനാന മഫിൻസിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് 2-3 തവണ അരിച്ചെടുത്താൽ നല്ലത്. അതും കൂടി ഇട്ടിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 2 റോബസ്റ്റോ പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് തൊലി കളഞ്ഞിട്ടിട്ട് ഒന്ന് നന്നായി മാഷ് ചെയ്തെടുക്കാം. നന്നായി ഉടച്ചെടുക്കുക കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് റോബസ്റ്റോ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ബനാന മറ്റേ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് കുറയും. റോബസ്റ്റോ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതിലേക്ക് നമുക്കിനി വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ജസ്റ്റ് അലിഞ്ഞ് വരുന്നവരെ ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് ഏത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ചത്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കുറയും. അതുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കപ്പ് കേക്കിൻ്റെ കപ്പാണ്. അതിലേക്ക് നമുക്ക് 1/2 ഭാഗം ഇത് നമ്മുടെ ബാറ്റർ നിറച്ച് കൊടുക്കാം. 3/4 ഭാഗം നിറയ്ക്കണ്ട, കാരണം ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത് പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ട് നിറയ്ക്കണ്ട. ഇതെല്ലാം ഇപ്പോൾ നിറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ കപ്പുകളെല്ലാം ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. 1/2 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബേക്ക് ചെയ്ത സമയത്ത് അവസാന ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാനതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഉണ്ട്. നല്ലവണ്ണം ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല കാണാനൊക്കെ നല്ല. ഇതിപ്പോൾ ഓവനിലല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഒരു ബ്രൗണിഷ് കളർ വരാത്തത്. ഓവനിലാണെങ്കിൽ കുറച്ചുകൂടെ ബ്രൗണിഷ് കളർ വരുമായിരുന്നു. നല്ല സോഫ്റ്റാണിത്. മുറിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റാണെന്ന്. ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.